ഹലോ ഗോപന്മാരെ, ഇന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ കൃഷ്ണ തുളസി. അതായത് എൻ്റെ വീടിൻ്റെ മുറ്റം തെക്ക് ഭാഗം നിറയെ കൃഷ്ണ തുളസി കേട്ടോ. ഇതൊരു കാലത്ത് ഒരു കതിര് പോലും ഇല്ലാതിരുന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോന്നറിയില്ല, എൻ്റെ മുറ്റം നിറയെ കൃഷ്ണ തുളസിയാണ്. എങ്ങനെ പറിച്ചു കളഞ്ഞാലും പിന്നെ ഉണ്ടാവും. അങ്ങനെ ഒരാളെ ഉയരത്തിലൊക്കെ തുളസി, അതുപോലെ ചെറുള. ഇതൊക്കെ ഒരുപാടായപ്പോൾ ഒരു 2-3 ഞാൻ വീഡിയോയിൽ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. തുളസി അങ്ങനെ തുളസി തെക്ക് ഭാഗത്ത് പാടില്ല എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ എന്തോ ഒരു പേടി. അങ്ങനെ ഈ തെക്ക് ഭാഗത്ത് തുളസി പാടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ പറിച്ചുപേക്ഷിച്ചു. ഒന്നും വേണ്ട ഇനി തെക്ക് ഭാഗത്ത് വേണ്ടാന്ന് വിചാരിച്ചു ഒക്കെ പറിച്ച് ഉമ്മർത്ത് വെച്ചു. അതവിടെ അങ്ങനെ ഒരു കൂട്ടം നിൽക്കുന്നുണ്ട്. പക്ഷേ പറിക്കുന്നതിൻ്റെ ഇരട്ടി പിന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു വീഡിയോസിൽ കണ്ടു, ഈ നന്ദ്യാർ വട്ടം പാലുള്ള ചെടികൾ കന്നിമൂലയിൽ നല്ലതാണ്. അപ്പോൾ പാലുള്ള ചെടി, അതുപോലെ തന്നെ മഞ്ഞൾ, ഈ തുളസി, ഇതൊക്കെ കന്നിമൂലയിൽ നല്ലതാണെന്ന് കേട്ടപ്പോൾ ഇതെല്ലാം ഞാൻ കന്നിമൂലയിലും വെച്ചിട്ടോ. അങ്ങനെ കന്നിമൂലയിൽ ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു നന്ദ്യാർ വട്ടം ഉണ്ടോ. ഇത് എല്ലാ നന്ദ്യാർ വട്ടത്തിൻ്റെ പോലെയല്ല, ഇതൊരു മഞ്ഞയിൽ വെള്ള കണ്ടോ. ഇങ്ങനെ എൻ്റെ ഭഗവാന് ഞാൻ ഇതിന്ന് ഓരോ പൂക്കൾ എടുത്തിട്ട് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതായി നിത്യകല്യാണി. ഇത് നിത്യം ഇരുന്നുകൊണ്ടായിരിക്കും നിത്യകല്യാണി.